തിരുവനന്തപുരം ISROയുടെ PSLV വിക്ഷേപണ ദൗത്യങ്ങൾ തുടർച്ചയായി 2 തവണ പരാജയപ്പെട്ടതോടെ ബലപ്പെട്ട അട്ടിമറി സംശയത്തിൽ വ്യക്തത തേടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവൽ തലസ്ഥാനത്തെത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം അതീവ രഹസ്യമായി കഴിഞ്ഞ മാസം എത്തിയ അദ്ദേഹം PSLV നിർമ്മിച്ച തുമ്പ VSSEയിലെത്തി ഡയറക്ടർ ഉൾപ്പെടെയുള്ളവരുമായും ശാസ്ത്രജ്ഞരുമായും ചർച്ച നടത്തിയിരുന്നു. 2 ദിവസത്തെ സന്ദർശനത്തിനിടെ 6 യോഗങ്ങൾ നടന്നതായാണ് വിവരം. തുടർച്ചയായ പരാജയങ്ങൾക്ക് പിന്നാലെയായിരുന്നു ISROയുടെ ഫെവ്ലിയർ അനാലിസിസ് കമ്മിറ്റി FAC റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് നൽകിയത്. മോട്ടോറിൻ്റെ ചേംബറിലെ പ്രഷർ നഷ്ടമായതാണ് വിക്ഷേപണ ദൗത്യങ്ങൾ പരാജയപ്പെടാൻ കാരണമായിരുന്നെന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞത്. ഇത് തൃപ്തികരമല്ലാത്ത സാഹചര്യത്തിലാണ് അട്ടിമറി സംശയം ബലപ്പെട്ടത്. ഡോവൽ റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് കൈമാറിയത്. ഡോവലിൻ്റെ തലസ്ഥാന സന്ദർശനം തിരുവനന്തപുരത്ത് നിന്ന് ഡോവൽ കന്യാകുമാരിയിലേക്കാണ് പോയത് തന്നെ. BJPയുടെ തലസ്ഥാന കോർപ്പറേഷൻ വിജയാഘോഷത്തിൽ പങ്കെടുക്കാൻ 23-ന് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയതിനെ തൊട്ടു മുമ്പ് ഡോവൽ കന്യാകുമാരിയിലേക്കും പോയിരുന്നു. ഇതിനെ ചുറ്റിപ്പറ്റി ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. അതായത് തിരുവനന്തപുരത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ അജിത് ഡോവൽ നടത്തിയ അപ്രഖ്യാപിത സന്ദർശനത്തിന് ശേഷം മോദി സർക്കാർ ഉന്നതതല അന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ്. അതായത് ഇസ്രോയുടെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലെ സമീപകാല PSLV റോക്കറ്റ് പരാജയങ്ങളെക്കുറിച്ചാണ് ഇത് സൂചിപ്പിക്കുന്നത് തന്നെ. അട്ടിമറി ആശങ്കകൾ ഉൾപ്പെടെയുള്ള സാധ്യതയുള്ള പ്രശ്നങ്ങൾ അന്വേഷിക്കാനാണ് NSA അജിത് ഡോവൽ 2026 ജനുവരി അവസാനം രഹസ്യമായി സന്ദർശിച്ചത് തന്നെ. സാങ്കേതിക തകരാറുകൾ കാരണമാണ് ഇത് സംഭവിച്ചതെന്ന് ഉദ്യോഗസ്ഥർ പിന്നീട് തള്ളിക്കളഞ്ഞിരുന്നു. ഉന്നതതല ആശങ്കകൾക്കിടയിലാണ് സർക്കാർ ഈ ഒരു അന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് തന്നെ. അതായത് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇപ്പോൾ കേന്ദ്രം അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നതും. ഇതിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഉണ്ടെങ്കിൽ അത് എല്ലാ അർത്ഥത്തിലും പുറത്തു കൊണ്ടുവരാനും ഇതിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ചാരപ്രവൃത്തി ഉണ്ടെങ്കിൽ അവരെയെല്ലാം കുടുക്കാനും തന്നെയാണ് ഇപ്പോൾ ഈ ഒരു അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് തന്നെ. രാജ്യത്തിൻ്റെ പ്രതിരോധ രംഗത്ത് നിർണായകമാകേണ്ട 2 വിക്ഷേപണങ്ങളാണ് തുടർച്ചയായി പരാജയപ്പെട്ടത് തന്നെ. 2025 മെയ് 18-ന് PSLVയുടെ 61ാമത് ദൗത്യവും 2026 ജനുവരി 12-ന് 62ാമത് ദൗത്യവുമാണ് പരാജയപ്പെട്ടത്. അതീവ പ്രാധാന്യമുള്ള ഉപഗ്രഹങ്ങളും വഹിച്ച് ബഹിരാകാശത്തേക്ക് കുതിച്ച റോക്കറ്റുകളുടെ 2 ഘട്ടങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചെങ്കിലും 3ാം ഘട്ടം കൃത്യമാകാതിരുന്നതിനെ തുടർന്ന് ദിശ മാറിപ്പോവുകയായിരുന്നു. വിക്ഷേപണത്തിൽ ഭൗമോപരിതലത്തിൻ്റെ ചിത്രങ്ങൾ വ്യക്തതയോടെ പകർത്താൻ ശേഷിയുള്ള ഉപഗ്രഹങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ കുതിപ്പിനാണ് ഇത് തിരിച്ചടിയായത് തന്നെ. 2017-ന് ശേഷം ആദ്യമായാണ് PSLV ദൗത്യം പരാജയപ്പെട്ടത് തന്നെ. ISRO ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഡോക്ടർ S സോമനാഥ് മാറിയ ശേഷം ഡോക്ടർ V നാരായണൻ ചുമതലയേറ്റതോടെ നാരായണൻ നേതൃത്വം നൽകിയ 2 പ്രധാന ദൗത്യങ്ങളും പരാജയപ്പെട്ടു. രാജ്യത്തിന് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പരിഹാരവുമായി പറന്നെത്തുന്നതാണ് അജിത് ഡോവലിൻ്റെ പതിവ്. ചാർട്ടേഡ് വിമാനം ഉപയോഗിക്കാവുന്ന പദവിയാണെങ്കിലും ഇൻഡിഗോ വിമാനത്തിൽ സാധാരണ യാത്രക്കാരനെ പോലെയായിരുന്നു ഡൽഹിയിൽ നിന്നെത്തിയത് തന്നെ. സുരക്ഷയ്ക്ക് 4 പോലീസുകാർ മഫ്തിയിലുണ്ടായിരുന്നു. ആരോടും ആശയവിനിമയം നടത്താതെ തലസ്ഥാനത്തെ രഹസ്യ ദൗത്യം പൂർത്തിയാക്കി ഡൽഹിക്ക് തിരിച്ചു പറക്കുകയായിരുന്നു അദ്ദേഹം. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി അന്വേഷണം ആവശ്യമെന്നുള്ള ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും കേന്ദ്രം അന്വേഷണത്തിന് ഉത്തരവിടുന്ന തരത്തിലോട്ട് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്.